നിങ്ങളുടെ കൈ ഇത് കണക്ക് ഒരു പിരമിഡ് ഷേപ്പ് ഇതേ കണക്ക് ഇങ്ങനെ വെക്കുക. ഓക്കെ, ഒരു പിരമിഡ് ഷേപ്പിൽ ഇത് കണക്ക് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ആദ്യം ചെയ്ത ഒരു പൊസിഷനിലോട്ട് നിങ്ങൾക്ക് വരാം. ചെസ്റ്റ് അപ്പ് ചെയ്യുക. അതിനുശേഷം സാവധാനം 1. ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റിന്റെ കുറച്ച് വർക്കൗട്ടുകളാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ജിമ്മിലൊന്നും പോകാൻ പറ്റാത്ത, ഇപ്പൊ വീട്ടിൽ തന്നെ വ്യായാമം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. നമ്മുടെ ചെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് എക്യുപ്മെന്റ്സുകളൊന്നും ഇല്ലാതെ തന്നെ വർക്കൗട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് തുടക്കക്കാർക്ക് വളരെ അനായാസപരമായിട്ട് തന്നെ പരിശീലിച്ച് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയ തരത്തിലുള്ള വർക്കൗട്ട് പ്ലാനാണ്. അപ്പം നിങ്ങളിത് വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കൂ. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടല്ലാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓരോ വർക്കൗട്ടുകളും നിങ്ങൾ കൃത്യമാക്കി മനസ്സിലാക്കിക്കൊണ്ട് ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഇതിനകത്ത് ബ്രീത്തിങ് എങ്ങനെ ചെയ്യണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് താൻ്റെ കണക്കുള്ള ഒരു ബെഡോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടീപ്പോയോ എന്തെങ്കിലും എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കൈ ഷോൾഡർ ലെവലിൽ വെക്കുക. ഓക്കെ, കൈ ഷോൾഡർ ലെവലിൽ വെച്ചതിന് ശേഷം നിങ്ങളുടെ ചെസ്റ്റ് നിങ്ങൾ അപ്പ് ചെയ്ത് പിടിക്കുക. ഇതേപോലെ അപ്പ് ചെയ്യുക. അതിനുശേഷം സ്ലോവിൽ 1. കണ്ടല്ലോ, ഇതാണ് നല്ല രീതിയിൽ താഴോട്ട് പോകണം ചെസ്റ്റ്. ഓക്കെ, 2, 3, 4. മുകളിലോട്ട് നല്ല രീതിയിൽ പുഷ് ചെയ്യണം. ഓക്കെ, ഇതേപോലെ താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക, അപ്പ്, ബ്രീത്ത് ഔട്ട്. അപ്പം ഇത് നല്ല ഒരു എക്സസൈസ് ആണ് ചെസ്റ്റിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ ഈ ലോവർ ചെസ്റ്റ് ഈ ഒരു ഭാഗമൊക്കെ ഷേപ്പാക്കി മാറ്റാനൊക്കെ സഹായിക്കുന്ന വ്യായാമമാണ്. അപ്പൊ ഇത് ആർക്കും വേണ്ട സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 10 റെപ്പിറ്റേഷൻ്റെ ഒരു 3 സെറ്റ് ചെയ്താൽ മതിയാവും. തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്പം വർക്കൗട്ടൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 15 റെപ്പിറ്റേഷൻ വെച്ചിട്ട് 3 സെറ്റ് ചെയ്യുക. രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ കൈ ഇതേ കണക്ക് ഒരു പിരമിഡ് ഷേപ്പ് ഇതേ കണക്ക് ഇങ്ങനെ വെക്കുക. ഓക്കെ, ഒരു പിരമിഡ് ഷേപ്പിൽ ഇതേ കണക്ക് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ആദ്യം ചെയ്ത ഒരു പൊസിഷനിലോട്ട് നിങ്ങൾക്ക് വരാം. ചെസ്റ്റ് അപ്പ് ചെയ്യുക. അതിനുശേഷം സാവധാനം 1, 2, സ്ക്വീസ്. ചെസ്റ്റിന് നല്ല രീതിയിൽ സ്ക്വീസ് ചെയ്യണം. ഓക്കെ, 4. അപ്പൊ ബ്രീത്തിങ് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ താഴോട്ട് വരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട സെക്കൻഡ് എക്സസൈസ്. ഇത് നല്ല ഒരു വ്യായാമമാണ്. നിങ്ങളുടെ ഈ ഒരു ഇന്നർ ചെസ്റ്റിന്റെ ഒരു ഇന്നർ ഭാഗമൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സഹായിക്കും. അപ്പം ഇത് നിങ്ങളൊരു 10 റെപ്പിറ്റേഷൻ വെച്ചിട്ട് 3 സെറ്റ് ചെയ്യുക. ഈ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് വേറൊരു പ്രയോജനം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ട്രൈസെപ്സിന്റെ മസിൽസും നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. നിങ്ങൾ മൂന്നാമത് ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ കൈ ഇത് കണക്ക് ഷോൾഡർ ലെവലിലായിരിക്കണം കൈ വെക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇത് കണക്ക് കാലിന്റെ മുട്ട് ഇത് കണക്ക് ഫ്ലോറിൽ ഇത് കണക്ക് ഉറപ്പിച്ചു വെക്കാം. നിങ്ങൾക്ക് തറയിൽ ഇങ്ങനെ ഉറപ്പിച്ചു വെക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തലയണ എന്തെങ്കിലും എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ മുട്ട് വേദന എടുക്കത്തില്ല. അതിനുശേഷം ഷോൾഡർ ലെവലിൽ കൈ വെക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതേപോലെ ഓക്കെ, ഇതാണ് വർക്കൗട്ട്. ചെസ്റ്റിനെ നല്ല രീതിയിൽ സ്ക്വീസ് ചെയ്യുക, മുകളിൽ കൊണ്ടുവന്നിട്ട്. ഓക്കെ, വളരെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് താഴോട്ട് പോവുക. ബ്രീത്ത് ഇൻ ചെയ്യുക. അപ്പം ഈ ഒരു എക്സസൈസ് നിങ്ങൾ ഒരു 10 റെപ്പിറ്റേഷൻ വെച്ചിട്ട് 3 സെറ്റ് ചെയ്യുക. ചെയ്ത് അല്പം എക്സ്പീരിയൻസ് ഒക്കെ ആയി വരുമ്പോൾ നമുക്ക് 15 റെപ്പിറ്റേഷൻ വെച്ച് ചെയ്യാവുന്നതാണ്. നല്ല എക്സസൈസ് ആണ്. ഓക്കെ, അപ്പം നാലാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ നമ്മൾ കാണിച്ച
അതേ പൊസിഷനിൽ തന്നെ നിങ്ങൾ മുട്ട് വെക്കാം. ഓക്കെ, കാലിന് മുട്ട് വെക്കാം. അതിനുശേഷം ഇപ്പൊ നമ്മൾ കൈ ഷോൾഡർ ലെവലിലാണ് വെച്ചത്. അല്പം കൂടെ നമ്മൾ വൈഡ് ചെയ്ത് വെക്കുക കൈ. ഓക്കെ, വൈഡ് ചെയ്ത് വെക്കുക. വൈഡർ പുഷപ്പ് ആണ്. അപ്പം ഇങ്ങനെ വൈഡ് ചെയ്ത് വെക്കുക. വൈഡ് വെച്ചതിന് ശേഷം ചെസ്റ്റ് അപ്പ് ചെയ്യുക. അപ്പ് ചെയ്തതിന് ശേഷം സാവധാനം അപ്പം ഇതേപോലെ നിങ്ങൾ ഒരു 3 സെറ്റ് ചെയ്യുക. 10 റെപ്പിറ്റേഷന്റെ 3 സെറ്റ് ചെയ്യുക. വൈഡർ പുഷപ്സ് എന്നാണ് ഇതിന്റെ പേര്. അപ്പം ഷോൾഡർ ലെവലിൽ നിന്ന് നമ്മൾ കൈ അല്പവും കൂടെ നമ്മൾ അകത്തി വെച്ചാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത്. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് പിരമിഡ് പുഷപ്സ് ആണ്. നമ്മൾ ഇവിടെ ചെയ്ത അതേ പൊസിഷൻ, കൈ ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ പഴയ പൊസിഷനിലോട്ട് നിങ്ങൾ വരിക. ഇതേ കണക്ക് വരിക. ചെസ്റ്റ് അപ്പ് ചെയ്യുക. ചെസ്റ്റ് നല്ല രീതിയിൽ അപ്പ് ചെയ്ത് പിടിക്കണം. ഓക്കെ, അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യണം. മുകളിലോട്ട് വരുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഇതേ കണക്ക് നിങ്ങൾ 10 റെപ്പിറ്റേഷൻ വെച്ചിട്ട് 3 സെറ്റ് ചെയ്യുക. നല്ല എക്സസൈസ് ആണ്. ഈ എക്സസൈസുകളെല്ലാം തന്നെ നിങ്ങളുടെ ചെസ്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല എക്സസൈസുകളാണ്. അപ്പം ഈ ചെസ്റ്റിന്റെ ഫാറ്റ് കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ചെസ്റ്റ് ഭാഗത്തെ ഫാറ്റിനെയൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കുകയും ചെസ്റ്റിനെ നമുക്ക് നല്ല രീതിയിൽ ഷേപ്പാക്കി മാറ്റാനും സഹായിക്കും. അപ്പൊ നമ്മുടെ ഫൈനൽ എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതേ കണക്ക് തന്നെ മുട്ടിൽ നമ്മുടെ നീ താഴെ നിങ്ങൾക്ക് ഉറപ്പിച്ചു വെക്കാം. ഓക്കെ, ഇത് നമ്മൾ ഹിന്ദു പുഷപ്സ് എന്നാണ് പറയുന്നത് ഈ ഒരു എക്സസൈസിന്. അപ്പം നിങ്ങൾക്ക് അതിന്റെ ഫുൾ ഫോമിൽ ചിലപ്പോൾ തുടക്ക സമയത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ ചെയ്യുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അത് പ്രത്യേകം നിങ്ങൾ ഓർമ്മിക്കുക. അല്ലാതെ ജിമ്മുകളിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്നവർക്കും ഭയങ്കര രീതിയിൽ എക്സസൈസ് ചെയ്ത് പരിശീലനം നേടിയവർക്കുള്ള വീഡിയോ ഒന്നുമല്ല. തീർത്തും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വീട്ടിൽ ചേർന്ന എക്സസൈസുകളാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഷോൾഡർ ലെവലിൽ അതിനുശേഷം കൈവെക്കുക ഇതേപോലെ. ഓക്കെ, ഇതേ കണക്ക് വെക്കുക. ചെസ്റ്റ് അപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പതുക്കെ ഒന്ന് ബാക്കിലോട്ട് വരിക. ഇതേപോലെ മാക്സിമം ബാക്കിലോട്ട് വരിക. ബാക്കിലോട്ട് വന്ന് ഇതേപോലെ ഇങ്ങനെ വന്ന് 1 ബാക്ക് 2 3 4 5. അപ്പം ഇതേപോലെ നിങ്ങൾ ഈ എക്സസൈസ് ചെയ്താൽ മതി. ഇത് നിങ്ങളുടെ ചെസ്റ്റിനും ഷോൾഡറിനും ബൈസെപ്സിനും ഒക്കെ നല്ല എക്സസൈസ് ആണ്. അപ്പം ഇത് നിങ്ങളൊരു 10 റെപ്പിറ്റേഷൻ വെച്ചിട്ട് 3 സെറ്റ് ചെയ്യുക. ഇത് കൂടെ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെസ്റ്റിന് വേണ്ടി ഒരു 1-2 മിനിറ്റ് സ്ട്രെച്ചിങ് കൂടെ ചെയ്ത് നിങ്ങൾക്ക് നിർത്താം. അപ്പം റെപ്പിറ്റേഷൻ എല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ബെനിഫിറ്റും റിസൾട്ടും കിട്ടുന്ന എക്സസൈസുകളാണ് ഇതെല്ലാം തന്നെ. ഓക്കെ, നിങ്ങൾ യാതൊരു തരത്തിലുള്ള എക്യുപ്മെന്റ്സും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട. ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ചെസ്റ്റ് വർക്കൗട്ട് എക്യുപ്മെന്റ്സ് വെച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു വർക്കൗട്ട് വീഡിയോ ആവശ്യമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ